ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ഹാഫ് ഇയർലി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഹാഫ് ഇയർലി തുടങ്ങാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അതായത് അടുത്ത മാസം ആകുമ്പോഴേക്കും ഹാഫ് ഇയർലി അങ്ങ് എത്തും. അപ്പം ഞങ്ങൾക്ക് 26 തൊട്ടാണ് അവധി പറഞ്ഞേക്കുന്നത്. മറ്റേ പൂജോപ്പിൻ്റെ അവധി അത് 26 തൊട്ടുണ്ടാവും. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 26-ന് ഞങ്ങളുടെ സ്കൂൾ അടച്ചിട്ട് പിന്നെ തുറക്കുന്നത് ഞങ്ങളുടെ എക്സാമിൻ്റെ അന്നാണ്. അപ്പോൾ എക്സാം 9th ആണെന്ന് തോന്നുന്നു, 9th or 7th എങ്ങനെയാണ് എക്സാം, അധികം മറന്നു. എന്നാലും ആ സമയത്തേ തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ സമയത്ത് ഫുൾ സ്റ്റഡി ലീവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇഷ്ടംപോലെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ മാഡം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം എടുത്തേക്കുന്ന പോർഷൻസ് അല്ല, ഇനിയും കുറച്ച് പോർഷൻസും കൂടെ ആഡ് ചെയ്യേണ്ടെന്ന്. ഞാൻ ഓണം വെക്കേഷൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എടുത്തേക്കുന്ന കാര്യങ്ങൾ തന്നെ റിവിഷൻ ആയിരിക്കും മിക്കവാറും എടുക്കാൻ പോകുന്നതെന്നാണ്. പക്ഷെ അതിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഞങ്ങൾക്ക് ഇനിയും ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, അതിൻ്റെ റിവിഷനൊക്കെ തരാം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിന് എപ്പോഴാണ് തീരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കുറേ ഉണ്ട് എന്തായാലും പഠിക്കാനായിട്ട്. അപ്പം എനിക്ക് ഏറ്റവും പേടിയുള്ള സബ്ജക്റ്റ് അല്ല, എന്നാലും ഒരു ഡിഫിക്കൽട്ടി ഇടയ്ക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇടയ്ക്ക് എനിക്ക് എന്തോ ടച്ച് വിട്ടു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് പഠിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ടച്ച് എനിക്ക് പോവും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് എനിക്ക് IP. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ചും കൂടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്ന ആ ഒരു സീരിയസ്നെസ്സും ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ ഞാൻ വേറെ ഏത് സബ്ജക്റ്റിന് കൊടുത്താലും എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷെ ഇതിന് എത്ര കൊടുത്തിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം എന്നാൽ അതുകൊണ്ടാണ് ഞാൻ വിട്ടേക്കുന്നത്. നല്ലപോലെ പഠിച്ചാലേ എനിക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ IP, മാത്സ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഹിന്ദി എടുക്കാൻ പറ്റത്തില്ല. ഞാൻ 9ഉം 10ഉം സാൻസ്ക്രിറ്റ് എടുത്തുകൊണ്ട് തന്നെ ഹിന്ദി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് സാൻസ്ക്രിറ്റ് എടുക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് ലാംഗ്വേജ് സബ്ജക്റ്റിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് ആകെ ഇഷ്ടം ഇംഗ്ലീഷാണ്. അതാണ് ഹിന്ദി സാൻസ്ക്രിറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഹിന്ദി സാൻസ്ക്രിറ്റും വെച്ച് നോക്കുമ്പോൾ ഭേദം സാൻസ്ക്രിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 9ഉം 10ഉം സാൻസ്ക്രിറ്റ് ആയത്. പിന്നെ ഉള്ളത് മാത്സ് ആണ്. അപ്പോൾ ഇതെനിക്ക് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ IP എടുത്തത്. IP എനിക്ക് വലിയ പിടുത്തമില്ലാത്ത സബ്ജക്റ്റാണ്, പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇടയ്ക്കെങ്ങാണ് ഒരു ബ്രേക്ക് ഞാൻ ഒരു ഫ്ലോയിൽ പഠിച്ചു പോകാണ്ട് ഗ്യാപ്പൊക്കെ ഇട്ട് ഒന്ന് ഉഴപ്പിക്കുകയാണെങ്കിൽ ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് IP ആണ്. അങ്ങനെയെങ്കിലും എനിക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് എക്സ്ട്രാ ശ്രദ്ധ ഞാൻ കൊടുക്കുന്ന സബ്ജക്റ്റാണിത്. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് എടുക്കുക. ബാക്കി സബ്ജക്റ്റിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ. ഇപ്പം ഞാൻ എഫേർട്സ് കുറച്ചിടുന്നത് ഇംഗ്ലീഷിനാണ്. പിന്നെ ഒരു മീഡിയം റേഞ്ച് വെച്ച് പോകുന്നത് അക്കൗണ്ടൻസിയാണ്. കാരണം സബ്ജക്റ്റ് ഡിഫിക്കൽട്ടാണ്, പക്ഷെ എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ. പിന്നെ ബിസിനസ് ഞാൻ സ്റ്റഡി ഗ്യാപ്പിനോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഗ്യാപ്പ് ഇടുമ്പോൾ പഠിക്കാമെന്ന് വെച്ചേക്കുന്ന സബ്ജക്റ്റാണ്. കാരണം ഞാൻ സോഷ്യൽ സയൻസ് പഠിക്കാൻ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒത്തിരി തിയറി ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ മറന്നു. അപ്പോൾ സ്റ്റഡി ഗ്യാപ്പിനൊക്കെ പഠിക്കുകയാണെങ്കിൽ, സ്റ്റഡി ലീവിൻ്റെ ഇടയിൽ പഠിക്കുകയാണെങ്കിലോ അല്ലാതെ സമയത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടുകയാണെങ്കിലോ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. ഒത്തിരി സ്ട്രെസ് ചെയ്തിരുന്ന് പഠിച്ചിട്ടൊന്നും എനിക്കൊരു കാര്യമില്ല. മനസ്സിലാക്കി പഠിക്കാനുള്ള ബിസിനസ്സൊക്കെ അത് അങ്ങനെ വിട്ടേക്കുന്ന സബ്ജക്റ്റാണ്. എക്കണോമിക്സിന് ഞാൻ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് എന്തുകൊണ്ടോ ഒരു ഡിഫിക്കൽട്ടായിട്ടും ബോറിംഗ് ആയിട്ടും തോന്നുന്ന സബ്ജക്റ്റാണ്. ഞങ്ങളുടെ സാറ് പോലും പറഞ്ഞേക്കുന്നത് എക്കണോമിക്സ് പാടാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സബ്ജക്റ്റ് അല്ല എക്കണോമിക്സ്, അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണെന്ന് സാറ് തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിന് ഞാൻ എക്സ്ട്രാ കെയർ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ IP ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഞാൻ ഓൺലൈൻ ലെക്ചർ കേൾക്കുന്നുണ്ട്. പ്ലസ് ഞാൻ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ട്. ഇത്രത്തോളം എഫേർട്സ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പം എന്നിട്ടും വലിയ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു സബ്ജക്റ്റാണ് IP. അപ്പം നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉടനെ തുടങ്ങിയിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ അതിന് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം +1 പഠിക്കുന്നവരാണെങ്കിൽ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുക. ഞങ്ങളുടെ ഞങ്ങൾ പാസ്സാവണമെങ്കിൽ 11th പാസ്സാവണമെങ്കിൽ ഞങ്ങളുടെ ഈ ഹാഫ് ഇയർലിയുടെ മാർക്കും
എടുക്കുന്ന പീരിയോഡിക് ടെസ്റ്റിന്റെ എല്ലാത്തിനെയും മാർക്ക് എടുക്കും, എന്നാൽ എല്ലാത്തിനും പാസ്സായാലേ കാര്യമുള്ളൂ, ഇത്ര പെർസെൻറ്റേജ് ഇത് എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലാത്തിലും പാസ്സായാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നത് പാസിംഗ് മാർക്കിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പാസിംഗ് മാർക്കെങ്കിലും വാങ്ങിക്കാൻ നോക്കുക, എന്നാലും നമുക്ക് +1 നിന്ന് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളോട് മിക്ക ടീച്ചേഴ്സും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പാസിംഗ് മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ പാസിംഗ് മാർക്ക് സേഫ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പാസിംഗ് മാർക്കിനെക്കാട്ടും കുറച്ചൊരു 10 മാർക്കോ 20 മാർക്കോ കൂടുതലെങ്കിലും വാങ്ങിക്കാൻ നോക്കുക. അതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പം ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഒട്ടും പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ മാത്സ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും പാസിംഗ് മാർക്കിൽ നോക്കുക, ആ ഒരു എയിമിലെങ്കിലും വെച്ചുകൊണ്ട് പോവുക. ഇപ്പൊ നിങ്ങൾക്ക് ഉടനെ ഹാഫ് ഇയർലി തുടങ്ങാൻ പോവുകയാണ്, ഒന്നും കവർ ആയിട്ടില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളെങ്കിലും പഠിച്ചിട്ട് പോവുക, അങ്ങനെയെങ്കിലും ആവുക. അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ സ്റ്റഡി ലീവും കാര്യങ്ങളും ഒക്കെ മിക്കവർക്കും കിട്ടുന്നുണ്ടാവും. ആ സമയത്ത് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ട് നോക്കുക, അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊക്കെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെയ്ത പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇത് എക്സാമിന് വരും എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത് മാർക്ക് ചെയ്ത് വെക്കും. കാരണം +1 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇടുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പം നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ഇടുന്നത്. ഞങ്ങളുടെ ഫൈനൽ എക്സാമും ഹാഫ് ഇയർലിയും പുറത്തുനിന്നാണ് വരുന്നത്. പക്ഷെ നോർമൽ PT1 PT2 ഒക്കെ 40 മാർക്കിന്റെ ഒക്കെ സ്കൂളിൽ തന്നെ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും അവർ ചോദിക്കും, അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ അവർക്കറിയാം, എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഈ പോർഷൻസിൽ നിന്നൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ട് എന്ന രീതിയിലായിരിക്കുമല്ലോ അവർ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. അപ്പൊ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്തിട്ട് കാര്യമില്ല, നോട്ട്ബുക്കും കൂടെ നോക്കുക. ടീച്ചേഴ്സ് തന്നതിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് ആണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ പഠിക്കുക. നോട്ട്ബുക്ക് ആ ടൈമിൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ എടുക്കുക. അങ്ങനെ ഈ ഒരു പോയിന്റ്സ് ഒക്കെയാണ്, ഇത് നിങ്ങളുടേതായ ലാംഗ്വേജിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, നിങ്ങളുടേതായ ലാംഗ്വേജിലേക്ക് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. അപ്പോൾ അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒന്നിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. അതായത് നോട്ട്ബുക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് ഓടും, ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണെങ്കിൽ നോട്ട്ബുക്ക് ഓടും, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കാൻ നോക്കുക. അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏതെങ്കിലും ഒരു സാധനം എടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഗൈഡ് നോക്കിയാൽ പഠിക്കുന്നത്. അപ്പം അത് നോക്കിയിട്ട് മൊത്തം പഠിച്ച് തീർക്കും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് രണ്ടും കൂടെ നോക്കും. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് വായിച്ചു വിടും. വായിച്ചു നോക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാം മനസ്സിലാവും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഈ ഗൈഡിൽ മിസ് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും എന്നൊക്കെ നോക്കും. പക്ഷെ അത് ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനൊന്നും വരില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഇതൊക്കെ നമ്മുടേതായ ലാംഗ്വേജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ മനസ്സിലാവും. അതിനുശേഷം നോട്ട്ബുക്കും കൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് ആ നോട്ട്ബുക്കിൽ നമുക്ക് നോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും എത്ര പോയിന്റ്സ് ആണ് ഈ ഒരു കാര്യത്തിൽ ഈ ടോപ്പിക്കിനുള്ളത്. അപ്പൊ അത്രത്തോളം മാർക്കൊക്കെ അതിന് വരത്തുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാത്തിനും ഒരു 5-6 പോയിന്റ്സ് വീതം വലുതായിട്ടൊക്കെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നോട്ട്ബുക്കിൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അത്രയ്ക്ക് മതി അത്രയും പഠിച്ചാൽ മതി, അതിന് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കി പഠിക്കുക, വെയിറ്റേജ് ഒക്കെ അനുസരിച്ച് പഠിക്കുക, അതാണ് നല്ലത്. മനസ്സിലാക്കുക, എന്നിട്ട് എത്ര പോയിന്റ്സ് വേണം എന്നൊക്കെ വെയിറ്റേജ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇത്രയും ചിലപ്പോൾ 3 പോയിന്റ്സ് ഒക്കെ മതി ആ ഒരു ടോപ്പിക്കിന്. അപ്പോൾ അതൊക്കെ നോട്ട്ബുക്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. നോട്ട്ബുക്കിൽ ടീച്ചർ ഇത്ര പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും പോയിന്റിന്റെ ആവശ്യമേ ചിലപ്പോൾ ആ ടോപ്പിക്കിന് ഉണ്ടാവുള്ളൂ. നിങ്ങൾ കുറേ പഠിച്ചു പോയിട്ട് കാര്യമില്ല, മിക്കവാറും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നോക്കി പഠിക്കുക. പിന്നെ പിന്നെ ഒരു ടിപ്പാണ്, നിങ്ങൾ ഇപ്പോൾ ഒരു ടോപ്പിക്കിന് രണ്ട് സബ് പാർട്സ് വരാമെന്ന് വിചാരിച്ചു, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് പഠിക്കാൻ നോക്കുക. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ രണ്ട് സിമിലർ ടോപ്പിക്സ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് പഠിക്കാൻ നോക്കല്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഡിഫറൻസ് വിടുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിക്ക് ക്ലിയർ ആവും. അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത് വെച്ച് തന്നെ ഡിഫറൻസ് ചോദിക്കണമെന്നില്ല, പക്ഷെ എന്താണ് ഒരു ടോപ്പിക്ക് മാത്രം ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ഉണ്ടാക്കി എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് അത്. ഡിഫറൻസ് കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ പോയിന്റ്സ് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഒരെണ്ണം മിസ്സാവുകയാണെങ്കിൽ മറ്റേതിനെ നോക്കിയിട്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അത്, ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാനും പറ്റും. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഏതായാലും അത്ര ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.